ടിബറ്റിനെ വിറപ്പിച്ച് വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ആളപായമില്ല. കഴിഞ്ഞ ജനുവരിയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ 120 പേരാണ് ടിബറ്റിൽ മരിച്ചത്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ആ ജനുവരിയിലെ ഓർമ്മകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് വലിയ ആശങ്കയുണ്ടായത്. എന്നാൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇന്ന് പുലർച്ചെ 5:11 കൂടിയായിരുന്നു ടിബറ്റിൽ ഇത്തരത്തിലുള്ള ഒരു ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ 5.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇത് വൻ അപകട സാധ്യതയാണ് ഇപ്പോൾ അധികൃതർ പ്രവചിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഈ വലിയ ഭൂചലനങ്ങളെക്കാൾ അപകടകാരികൾ ചെറിയ ഭൂചലനങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഈ കെട്ടിടങ്ങൾ അടക്കം കേടുപാടുകൾ സംഭവിക്കുന്നതിന് ഈ ചെറിയ ഭൂകമ്പങ്ങളാണ് കാരണമാവുക എന്നാണ് ഇപ്പോൾ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നതും. എന്തായാലും കഴിഞ്ഞ ജനുവരിയിൽ ഉണ്ടായ അപകടത്തിൽ ഭൂചലനത്തിൽ അന്ന് 6.8 തീവ്രതയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അതിൽ 120 പേരാണ് അന്ന് മരിച്ചത്. മാത്രവുമല്ല, അന്നത്തെ ഒരു അപകടത്തിൽ 110 കിലോമീറ്ററിലധികം താഴ്ചയിലായിരുന്നു ഭൂകമ്പം രേഖപ്പെടുത്തിയത്. ഇന്നിപ്പോൾ അത് 10 കിലോമീറ്റർ താഴ്ച അത്രയും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കുറവ്, ഈ ചെറിയ ഭൂകമ്പമാണ് അപകടകാരികൾ എന്ന് തന്നെയാണ് സൂചന നൽകുന്നത്. എന്തായാലും നിലവിൽ ആളപായമില്ല. പക്ഷേ ഇത് വൻ അപകട സാധ്യത കണക്കിലെടുത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൺട്രോൾ റൂമുകളൊക്കെ നിലവിൽ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അധികൃതരുടെ നേതൃത്വത്തിൽ ഇനി ഈ ഭൂചലനങ്ങൾ അടിക്കടി ടിബറ്റിൽ ഭൂചലനങ്ങൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ ഒരു പ്രത്യേക ബോർഡിനെ നിയോഗിക്കുമെന്നുകൂടി ഇപ്പോൾ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ടിബറ്റിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ, ഭൂചലനങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നതും. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ആളപായമില്ല. പക്ഷെ അത് ഒരു ആശ്വാസം അല്ല. കാരണം ഇത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ഇതിന്റെ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയിലാണ് ടിബറ്റൻ ജനതയുള്ളതും. ശ്രീജ, ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്.